ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. വർക്ക് കഴിഞ്ഞ് വന്നിട്ടൊന്ന് മൊത്തം അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ മോനോട് പറഞ്ഞാൽ ഇത് അടുക്കളയിൽ കൊണ്ടുപോയിക്കുന്നൊക്കെ പറഞ്ഞാൽ ആൾ മെല്ലെ സഹായിച്ചൊക്കെ തരും. കുറച്ച് സഹായം കൂടിയാൽ നമുക്ക് പണി കൂടുള്ളൂ. എന്നാലും ചെറിയതൊക്കെ അവിടെ കൊണ്ടുപോയിക്കുന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയിക്കും കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കൊണ്ടുപോയിക്കാൻ പറഞ്ഞപ്പോൾ മെല്ലെ എടുത്ത് കൊണ്ടുപോയി വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ കളിപ്പാട്ടം മൊത്തം വാരി വെതറിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ കൊട്ടയിൽ പറക്കി എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ചെയ്യണത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അത് അവരതുപോലെ അവരുടെ അതിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ പറക്കിയെടുത്ത് വെക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ മോൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവരും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ ചെറുതായിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഹെൽപ്പിനെ വിളിക്കുമ്പോഴും വരും. ഇപ്പോഴല്ല, ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് മുതിർന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒപ്പം നിർത്തിയിട്ട് ചെറിയ പണികൾ ചെറുതൊക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതവിടെ കൊണ്ടുപോയി കളിപ്പാട്ടെടുത്ത് വയ്ക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യും കേട്ടോ. അത് നല്ലതാണ്. നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു ശീലം മക്കൾക്ക് പഠിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതേ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. ഇന്ന് ഒരു ഹോസ്പിറ്റൽ പോക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒന്നും അങ്ങനെ ഒതുക്കി വയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തിരക്കും ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ നിറയ്ക്കണം കേട്ടോ. ഓരോന്ന് ഒതുക്കി വെക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ കിച്ചണിൽ കയറുമ്പോൾ ഞാനൊരു സാധനം നമ്മുടെ നാക്ക് പോലെ വെക്കില്ലേ, പിന്നെ സാധനം ഇവിടെ നമ്മളൊരു അടുക്കും ചിട്ടയിൽ വെക്കില്ലേ, അത് ഓർഡർ തെറ്റിയിരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ രീതിയിൽ തന്നെ ആക്കി വെക്കും കേട്ടോ. അപ്പോഴൊരു സമാധാനം. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. അപ്പോൾ നമ്മളത് ഓർഡർ തെറ്റിയിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ ഒന്ന് വന്ന് വൃത്തിയാക്കി നീറ്റാക്കി നമ്മുടെ ഓർഡറിൽ വെച്ചിട്ട് കൂട്ടാം. അപ്പോഴത്തെ ഓർഡറൊക്കെ കഴിഞ്ഞു. ഓർഡറാക്കി വെച്ച് കഴിഞ്ഞ ശേഷം കിച്ചണിൽ നല്ലവണ്ണം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെക്കേണ്ട. പിന്നെ ഈ ഒരു കൊട്ട ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന പ്രശ്നമുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ 1-2 പേര് എൻ്റെ കമൻറ്റിൽ വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോൾ സന്തോഷം, വളരെയധികം സന്തോഷം. പിന്നെ എങ്ങനെയാണ് വീട്ടുജോലി, മോനെ നോക്കൽ, വർക്കൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ എടുക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഞാനത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണത് എന്നുള്ളത്. പിന്നെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ടെൻഷനാവും. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ, പ്രത്യേകിച്ച് ഇപ്പം വർക്കിന് പോകാൻ വെച്ചാൽ നമ്മൾ അത്രയും സമയം എൻഗേജ്ഡാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം ടെൻഷനുകളൊക്കെ പോകും. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം. എങ്ങനെയും ഡൗൺ ആയി പോയാൽ പിന്നെ നമുക്കത് മെൻ്റലിയും വളരെയധികം പ്രശ്നമാവും കേട്ടോ. ഞാനങ്ങനെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദോശക്കല്ലാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനത് കളയാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അതൊക്കെ ഞാൻ തുരുമ്പൊക്കെ മാറ്റി ഇപ്പോൾ അതിൽ ദോശയൊക്കെ ചുടാറുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞാൽ ഞാനത് ക്ലീനാക്കി നല്ലോണം തുടച്ച് കുറച്ച് വെളിച്ചെണ്ണ വരട്ടി വയ്ക്കും. അപ്പോൾ തുരുമ്പ് വരില്ല കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ തുരുമ്പൊന്നും വരാറില്ല. അപ്പോൾ അതേ കിച്ചണൊക്കെ ഒരുവിധം ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഇനി അടുത്തത് നമ്മൾ കിടക്കാൻ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് കേട്ടോ. മോനല്ലാതെ ഒതുക്കി വെച്ചാലാകുമ്പോൾ നല്ലോണം അത് പരത്തെല്ലാം ഒന്ന് വിരിച്ച് കുടഞ്ഞെടുത്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഒരുവിധം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രഷായിട്ട് വേണം ഫുഡൊക്കെ കഴിച്ച് മോനൊക്കെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.